നിൽക്കുമ്പോൾ അവർ വന്നാൽ ഇത് മനസ്സിലാവും ഇത് എന്തിനാണ് ഈ ഉസ്താദികൾ ചെയ്തത്. ഏതായാലും അഹമ്മദില്ല കുറച്ചാളുകൾ വന്നിട്ടുള്ളൂ, ചില ആളുകൾ വന്നിട്ടുള്ളൂ. അപ്പോ ഇന്നത്തെ ക്ലാസ് എന്തിനാണ് വേണ്ടി എങ്ങനെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അറിയിച്ചിട്ടും അത് നല്ല നിലക്ക് എല്ലാ മദ്രസയിലും എല്ലാ മാനേജ്മെന്റിലും അതിന് സ്വീകരിച്ച് അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ മക്കൾക്കുള്ള ആ പഠനത്തിന് വേണ്ടി എല്ലാ മാനേജ്മെന്റും സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി വന്നവരെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്ത് എന്റെ ഒന്ന് രണ്ട് വാക്കിൽ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് സെക്രട്ടറി അദ്ദേഹത്തെയും ഈ പരിപാടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസിന് വേണ്ടി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭനായ മുഹമ്മദ് ഉസ്താദ് നമ്മുടെ ദക്ഷിണ കന്നഡ കർണാടക ഭാഗത്തൊക്കെയും വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ ഈ പരിപാടി കാര്യത്തിന്റെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി സ്വാഗതം അർപ്പിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് ഞങ്ങളുടെ ക്ലാസ് അവസാനിക്കും. കഴിഞ്ഞതിന്റെ ശേഷമേ എല്ലാവരും തിരിയാവും. എല്ലാവരും ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ഉസ്താദുകൾ വിഷയം അവതരിപ്പിക്കും. എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മദ്രസകളിലൊക്കെ അതിനാ പ്രാവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സ്ഥലം ഒരുക്കി തന്ന സാലത്തൂർ ബദ്രിയ ജുമാ മസ്ജിദിന്റെ ജനറൽ സെക്രട്ടറി സമദ് സാലത്തൂർ, അതുപോലെ കൊടുത്ത മഹലിന്റെ നേതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിക്ക് ആശംസ തരാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷർ പി കാശനച്ചവര്. സമസ്ത കേരള ജമിയത്തുലമയുടെ ഇതിന്റെ മദ്രസ മാനേജ്മെന്റ് നേതൃത്വത്തിൽ നടക്കുന്ന ശില്പശാല ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടതായ ഈ ക്ലാസ്സിലേക്ക് നേതൃത്വം നടത്തുന്നതായ ഉപദേഷ്ടാക്കളെ മുതലായ തന്നെ ഞങ്ങളെ വേദിക്കുകയും അതുപോലെ മഹല്ല് കമ്മിറ്റികളെയും എല്ലാ നേതാക്കന്മാരെ ഞങ്ങൾ കമ്മിറ്റികൾ എല്ലാ മദ്രസ പള്ളികളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറിൽ അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള ദൗത്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ദൗത്യം ശരിയായി നിർവഹിക്കുന്നത് ഞങ്ങളുടെ കടമയാണ്. റേഞ്ച് മാനേജ്മെന്റിന്റെ സെക്രട്ടറി എന്ന അതിന്റെ ഉത്തരവാദിത്തത്തോടു കൂടി ആരിഫാക്ക അയാളുടെ ദൗത്യത്തിന് എല്ലാ മദ്രസിന്റെ മാനേജ്മെന്റിന്റെ മദ്രസിന്റെ മഹല്ല് കമ്മിറ്റികൾക്ക് അറിയിച്ചിട്ടുണ്ട്. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആൾക്കാർ നിങ്ങൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞങ്ങളുടെ ദൗത്യം നിങ്ങളുടെ മദ്രസകളെയും പള്ളികളെയും സംരക്ഷിക്കേണ്ടതും കുട്ടികളുടെ മതവിദ്യാസത്തിനെയും പഠനത്തിനെയും സ്വാതന്ത്ര്യത്തിനെ രക്ഷിക്കേണ്ടത് അത് നമ്മളുടെ കടമയാണ് എന്നുള്ളതിന്
കണ്ണീര് വലിച്ചിട്ട് വേദനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഉമ്മത്തികൾക്ക് മുമ്പ് കാലത്ത് അവരെ ഓർത്തിട്ടാണ്, ഉമ്മത്തികളുടെ ഓർത്തിട്ടാണ് അവർക്ക് ആരാണ് എങ്ങനെയുള്ളത് എന്ന് വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പോലും കഴിഞ്ഞിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ജനങ്ങളുടെ ഉമ്മത്തികൾക്ക് എല്ലാ ജനങ്ങളുടെ ഈമാനിനെ കാവൽ നിൽക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത ജംഇയ്യത്തുൽ ഉലമ ആണ്. അതിന്